ഇന്നിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടുകാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് കൊള്ളാലോ ഐറ്റം എന്ന് പറയുന്ന കുറച്ച് റെസിപ്പീസാണ്. ആദ്യം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ മീൻ കൊയലയാണ്. കൊയല ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞളും മുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പുളിവെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് നമ്മൾ തിളപ്പിക്കാൻ വെക്കുക. ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. മീൻ നന്നായിട്ട് വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പി നോക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു പട്ടാണി കടലയുടെ മസാലയാണ്. അപ്പോൾ ഇതിനായിട്ട് പച്ചപ്പട്ടാണി എടുക്കേണ്ടത്, ഫ്രോസൺ ആയിട്ടുള്ള. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ മഞ്ഞളിട്ട് ഈ പട്ടാണി കടല ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് വലിയുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. വലിയുള്ളി അരിഞ്ഞത് ഒരു 4-5 വലിയുള്ളി. അതായത് ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു മസാലയാണ്, വെള്ളം അധികം ഇല്ല. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരുടെ എണ്ണ അനുസരിച്ചിട്ട് നമുക്ക് പട്ടാണിയുടെ അളവും ഉള്ളിയുടെ അളവും കൂട്ടി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും കാര്യങ്ങൾ പൊടികളായിട്ടും ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പും ചേർത്ത് മസാലയുടെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം ഒരു 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേവിച്ച പട്ടാണിക്കടല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴിച്ചെടുക്കുക. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ 2 തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കുക. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കറി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്ക് കഴിക്കാൻ. നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് തൈര് സാദമാണ്. ഈ തൈര് സാദമൊക്കെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഭയങ്കര ലക്കാണ്. കാരണം വേഗം കഴിയും. നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള ആ പരിപാടി നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഈ തൈര് സാദം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ പച്ചരി എടുക്കുക അല്ലെങ്കിൽ പൊന്നിയരി എടുക്കുക. ഞങ്ങൾ അങ്ങനെയാണ് എടുക്കാറ്. അപ്പോൾ ഇത് നമ്മൾ ചോറ് നേരത്തെ വെച്ച് വെക്കണം. അതായത് തണിഞ്ഞ ചോറ് മാത്രമേ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് അധികം പുളിയില്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാൻ. നമ്മൾ തന്നെ വീട്ടിൽ ഉറയിച്ച തൈരിന് ചില സമയം ഒരു പുളിപ്പ് അധികമായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറച്ച് കാച്ചിയ പാല് തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ മിൽക്ക് മിസ്റ്റിൻ്റെ തൈരില്ലേ, അതും നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. അത് അധികം പൊളിയില്ല. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയ തൈരിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മിൽക്ക് മിസ്റ്റിൻ്റെ തൈരും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് വറവിടലാണ്. അപ്പോൾ ഈ വറവിടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടുക്, കായ്മുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉറുമാമ്പഴവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഉറുമാമ്പഴം വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഉപ്പ് പുളി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മധുരവും കൂടി വരുമ്പോൾ അടിപൊളിയാണ്. അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് മാങ്ങ ഉടച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തത് നമ്മുടെ കോഴിക്കോട് ദ ഷാപ്പ് എന്ന ഹോട്ടലിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ അതങ്ങ് ഉണ്ടാക്കി. സാധാരണ നമ്മൾ തുണി കെട്ടിയിട്ട് മാങ്ങ ഉടച്ചതിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയും മാത്രമല്ലേ ഉണ്ടാവും. പക്ഷേ ഇതിലങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയതാണ്. മാങ്ങ ആദ്യം ഒന്ന് ചതച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ചെറിയുള്ളി ചതച്ചതും ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും നമ്മുടെ കായ്മുളക് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിലയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ സംഭവം കറക്റ്റ് അവിടുന്ന് കഴിച്ച അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മാങ്ങ സീസണൊക്കെ അല്ലേ, എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.